ഹലോ മൈ ഗായ്സ്. അതെന്താ പറയാ, വളരെ അധികം സങ്കടക്കാഴ്ചയാണ് കേട്ടോ. അയാൾ വന്നിട്ട് നമ്മളെ വണ്ടി സർവീസിന് കൊണ്ടുപോയി നിർത്താം. അല്ല, സർവീസിനല്ല, ഇയാളെന്ത് കാട്ടിന് പോയി വണ്ടി അങ്ങോട്ട് വിൽക്കുന്നത് അവിടെ സർവീസിനാണ് തോന്നുന്നു കേട്ടോ. അയാളെ വണ്ടി എന്തോ സ്റ്റക്കാ എന്തെന്നല്ലോ പറയുന്നുണ്ട്. വണ്ടി ഞാനൊരു ചെറിയൊരു പെടണ്ട് പഠിപ്പിച്ചാണ്. വണ്ടി അങ്ങാണ്ട് സ്കിഡായി ഒറ്റ പോക്ക്. അപ്പൊ ഞാൻ വണ്ടിനെ അടച്ചിട്ട് കാണാം. ഇപ്പൊ നമ്മളോട് വണ്ടീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അത് അയാൾ നേരത്തെ വീണാണ്ടപ്പോ ചേച്ചി എന്താ പറയാ, ചെറിയൊരു ആക്സിഡന്റ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും പോയേക്കാം. നമ്മൾ അങ്ങോട്ട് പോകുന്നു മറ്റേ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തത്. വണ്ടി നമ്മൾ സർവീസ് ചെയ്ത് നമ്മൾ പോളിയായി ഇറക്കുന്നതാണ് ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മൾ പെട്ടെന്ന് നമ്മൾ 100 110 അപ്പൊ ഗായ്സ് എന്താ പറയാ, അവിടെ എത്താനായിരിക്കണം. പിന്നെ നമ്മള് പിക്കപ്പ് ചെയ്യേണ്ടപ്പോൾ ഇല്ലേ, പെട്ടെന്നൊക്കെ എത്തും. ഇങ്ങനെ കേറുക, ഇങ്ങോട്ടല്ല. അപ്പൊ ഗൈസ് നമുക്ക് ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഇപ്പൊ ശരി. എന്റെ സർവീസ് വാട്ടർ സർവീസ് ആയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ഗൈസ് എന്തെല്ലാം പറയാ, നമ്മളെ വണ്ടി വീണ്ടും പഴയ ലുക്കിലൊക്കെ തന്നെ വന്നിട്ട് വേണ്ടാരം. വള്ളി എനിക്ക് ബോസ് എന്നോട് എക്സ്ചേഞ്ച് ആർട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇഷ്ടപ്പെടാന്ന് ഞാൻ പറഞ്ഞു. ഗൈസ് അപ്പൊ നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഞാൻ വെറുതെ വീടെടുത്താണ്. മറ്റാരിത്, എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മക്ക് ഫ്രണ്ട്സും ആരും ഇല്ലടാ ഈ ഗെയിമിലൊന്നും. നമ്മൾ ഒറ്റക്ക് കളിക്കുക, ഒറ്റക്ക് വരിക. ഫാൻസ് ഒന്നും ഇല്ല നമ്മക്ക്. 23 ഫോളോവേഴ്സും സബ്സ്ക്രൈബും നമുക്ക് ആദ്യം. അപ്പൊ ഞാൻ പറയണേ, നമുക്കൊന്ന് മൗണ്ടൻ വരെ പോകേണ്ടി വരും. മൗണ്ടനിൽ പോയിട്ട് അല്ല, മൗണ്ടനിൽ ആവശ്യമില്ല. ഈ പെട്രോൾ പമ്പ് വരെ പോണം. ഇവിടെ ചെറിയൊരു മീറ്റപ്പ് എന്ന് പറയത്തില്ല, ചെറിയൊരു മീറ്റിംഗ്. എന്നെ വിളിച്ചിന്, പക്ഷെ അതേറ്റുണ്ടാണ് മീറ്റപ്പില് നമ്മള് പോയി. മോശം, പക്ഷെ ആരും ഇല്ലാത്ത മീറ്റപ്പ് ആവും ഗായ്സ്. എന്തല്ലോ പറയാ, നമ്മള് ബാങ്ക് അവിടെ എത്തിയാന്ന് പ്ലാന്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ് ഇവിടെ ചെറിയൊരു മീറ്റപ്പ് പറഞ്ഞിന്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ അങ്ങോട്ട് പോവാൻ പറഞ്ഞിന്. നമ്മള് അങ്ങോട്ട് പോവാണ്. എന്താ ഹൈവേ തന്നെ ആട്ടോ സ്ഥലം, വേറെ എവിടെയല്ല.
ഹൈവേ കൂടി പുതിയ ഷോർട്ട് കട്ട് എന്തെല്ലാം ഇറങ്ങിക്കണെന്ന് പറഞ്ഞപ്പോ നോക്കിയതാണ്. അല്ലത് ഹൈവേ തന്നെ, ഹൈവേ തന്നെ. ഞാൻ ഇവിടെ ചെറിയൊരു മീറ്റപ്പ് പക്ഷെ ഇത് ഞാൻ അങ്ങനെ വന്നോണ്ട് അപ്പൊ വന്നപ്പോ നല്ല സുഖത്തിൽ വരാൻ പറ്റി. ഇവിടെ ഇടുങ്ങി കുത്തിയ റോഡ്. അപ്പൊ ഗായ്സ് ഇനി നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് യാത്ര തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഇതൊരു 12 സെക്കൻഡ് വരെ എല്ലാരും ഉണ്ട് കളി. 1 2 3 4 5 6 7 8 9 10 11 12 of 1 12 of 2 12 3 12 of 4 12 of 5 12 of 6 12 of 7 12 of 8 12 of 9 12 of 10. അപ്പൊ നമ്മളിത് വഴി ചെറുതായിട്ടൊന്ന് തെറ്റി. അപ്പൊ ഇങ്ങോട്ടാണ് നമുക്ക് കയറ്റേണ്ടത്. അപ്പൊ ഗായ്സ് നമ്മള് മീറ്റിംഗ് ആളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഗായ്സ് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. 1 2 3 4 ആൾക്കാരുണ്ട്. നമ്മളൊക്കെ മാത്രമുള്ളൂ. ഫയറുണ്ട്, ജീവാഗന് സൂപ്പറുണ്ട് കേട്ടോ. BMW കാറുണ്ട്. റയർ നമ്മളത് മാത്രല്ല. അപ്പൊ ഞങ്ങളിനി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടൊന്ന് വരാം. അപ്പൊ ഗൈസ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ സീനാക്കി. അപ്പൊ BMW ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാറിൽ കയറിയിരിക്കണം എന്നാലേ പറ്റുള്ളൂ. നമ്മൾ എക്സ്ചേഞ്ച് ചോദിച്ചിട്ടെല്ലാം ഉണ്ട്. അയാൾക്ക് വേണമെങ്കിൽ അയാൾ സെറ്റ് ചെയ്യട്ടെ, നമ്മക്ക് വേണമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അയാളെ സെറ്റ് ചെയ്യും. നമ്മക്കിപ്പോ എന്ത് വേണ്ടി? നമ്മൾ വേണ്ട പോവാന്ന് പറയുന്നത്. ഞാൻ കാര്യം ഞാനൊന്ന് മറ്റേ കോടതിക്ക് വന്നു. ഞാൻ വണ്ടി അതിനെ കൂടി തന്നെ ഒരു 400 കയറ്റി. അപ്പൊ അവിടെ ഏതല്ലോ ലൊട്ടകൾ, ക്യാമറസ് ലൊട്ടകൾ. അതിന്റെ ഫൈൻ ഇനി 54,000 ഉറുപ്പിക ഇനി അടക്കണം. അതിനിപ്പോ സ്റ്റേഷനിൽ പോണ വണ്ടി കാണിച്ചു കൊടുക്കണോ അങ്ങനെ എന്തെല്ലാം പറഞ്ഞു. BMW മോനെ 50 ലക്ഷം ഫൈൻ ഉണ്ട്. ഓവർ സ്പീഡിന് മോഡിഫിക്കേഷൻ ഓവർ. ഈ മോഡിഫിക്കേഷൻ ഓവറായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ 5000 പറക്കാത്തോട്ട് കൂട്ടിത്തരാം. എത്ര പൈസ നമ്മൾ മുടക്കിയാലും ശരി അതിമുള്ള സ്റ്റിക്കർ അതിമുള്ള ഒന്നും നമ്മൾ പറക്കൂല. പൈസ വരുമ്പോ അതൊരു വിഷയമല്ല. പക്ഷെ കാർ അങ്ങനല്ല, അത് വരും പോവും. അല്ല അത് വരും പോവും, പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല. പണം തന്നെ വരുമ്പോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. വണ്ടികൾക്ക് എന്തെങ്കിലും മുട്ടാൻ പറ്റിയ നമ്മൾ അപ്പം പോയി ചെയ്യണം. കാരണം അപ്പൊ നമ്മൾ ശരി നമ്മക്കിപ്പോ നമ്മൾ വണ്ടി ഇപ്പൊ പിടിച്ചുകൊണ്ടുപോയി വിചാരിച്ചോ. അപ്പൊ ഗൈസ് ഞങ്ങൾ ചെറുതായിട്ട് വഴിയും തെറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോ വണ്ടി നമ്മളെ ഭാവിയിൽ പിടിച്ച് വിചാരിച്ചോ. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും ആ വണ്ടിന്റെ ഫൈൻ അടച്ചാ മതി. അങ്ങനെ ആലോചിക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഞാനിപ്പോ കടിക്കുന്നത്. വണ്ടിക്ക് എന്ത് പറ്റത് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ,
വണ്ടിക്ക് ഓരോ മാസവും ഇങ്ങനെ ഓരോ റിപ്പയർ അല്ല, അത് വണ്ടിക്ക് ഇഷ്ടമുള്ളവരാ ഓരോ ഇഷ്ടം, അതൊരു വിഷയമല്ല. നമ്മള് തിരിച്ച് അങ്ങനെ തന്നെ വീണ് അപ്പത്തന്നെ കാര്യം പറയാം. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ അപ്പം തന്നെ ചെയ്യണം. എന്തും അറിയുന്നോളി, വണ്ടിക്ക് പറ്റിയാൽ മുത്തേ നിങ്ങള് ചെയ്യാനൊക്കെ പുറപ്പാടായിരുന്നോള്. അപ്പൊ ഞാൻ അവിടെ തിരുങ്ങളാം, എണ്ണടിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ മുത്ത നമ്മള് പെട്രോൾ അടിക്കാൻ വന്നിങ്ങനെ ഫുൾ ടാങ്ക് തന്നെ, വേറെ മാറ്റം നീയ കളി. നമുക്ക് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് ചെയ്യാം ഗൈസ്. എന്താ പറയാ, സ്റ്റിക്കർ മാറ്റാതെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്പർ ബോർഡ് നമുക്ക് വണ്ടിക്ക് സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ ബോർഡ് നിങ്ങൾ കമന്റ് ടൈപ്പ് ചെയ്യാട്ടോ, നമ്മളത് വണ്ടിക്ക് വെക്കണതാവും. വണ്ടിക്ക് ഇപ്പോഴും നമ്പർ ബോർഡ് ചെയ്യാം. നമ്മൾ ടാങ്ക് ഉള്ളത് 154 ഉറുപ്പ്യക്കാണ്. 154 ഉറുപ്പ്യ വേണ്ടാണ്. വണ്ടി ഇപ്പൊ തട്ടിന്നു. നമ്മള് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. നമ്മളെ ഫൈനിന്റെ അതിൽ പറഞ്ഞല്ലാണ്. അപ്പൊ അത് മറക്കാതിരിക്കട്ടെ മാക്സിമം. നമ്മക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മളെ പാരന്റ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊന്നും ആലോചിച്ചാൽ മതി, നമ്മള് വലുതായിട്ട് ചെയ്യണം. അപ്പൊ ഗൈസ് നമ്മൾ എന്താ പറയാ, പോയിങ്ങാണ്ട് ഓൺ ദ വേ. എന്താവൂന്ന് അറിയില്ല. വണ്ടി പിടിച്ചൊക്കെ നോക്കിയാ തലണ്ട് പിടിക്കും, അതല്ല അത്ര ഉള്ളൂ. ഇന്നെ തൊട്ടടുത്ത് ആരും തൊട്ടോ, പക്ഷെ വണ്ടീനെ തൊട്ട വിവരറിയും ഗൈസ്. അപ്പൊ നമ്മ വണ്ടി ഷോർട്ട് കട്ട് ഇട്ടാൻ പോണ്. മീറ്റിംഗ് നടത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, നല്ല സ്ഥലം. ഗൈസ് നമ്മള് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ സൗണ്ടുകളുണ്ട്, സംസാരിക്കാൻ പറ്റൂല. അവിടുന്ന് പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാം. വണ്ടിയുടെ സൗണ്ടിനെ കൂട്ടിയിട്ട് ഇനിയുള്ള ഫൈനും പാടി നമുക്ക് വരാൻ ഭണ്ഡാരങ്ങളും. സൗണ്ട് ഒന്നും അറിയിപ്പിക്കണ്ട, സൗണ്ട് നേരി കണ്ടിട്ട് ചെയ്യാം. ഇനിയിപ്പോ സൗണ്ട് കണ്ടവരും ഇപ്പൊ വേറെ ഇഷ്യൂ ആക്കും. പക്ഷെ പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, സ്ക്രീൻഷോട്ട്. ആദ്യമായിട്ടാണ് ഈ വണ്ടിയൊക്കെ വലിയ മറ്റേ BMW ഒക്കെ BMW മഹീന്ദ്ര പോലീസ് സ്റ്റേഷൻ വന്നിട്ട് തന്നെ ചെയ്യാം. കാരണം മഹീന്ദ്ര ഉള്ളിൽ കയറിയിട്ട് ഇനി വന്നിട്ട് കാണാം. അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫൈൻ അടിച്ച് വണ്ടി കോടതിക്ക് എടുക്കണമെന്ന് അവര് പറഞ്ഞു. പക്ഷെ ഞാൻ എന്താ പറയാ കൈക്കൂലി എടുത്ത് സെറ്റാക്കി. വണ്ടി നമ്മൾ അങ്ങനെ തൊടാൻ, പിന്നെ ആ വണ്ടി ഇവിടെ കോടതിക്ക് ഇടണമെന്ന് പറഞ്ഞപ്പോ എന്താ ഇയാൾക്ക് വണ്ടി കോടതിക്ക് ഇട്ട കാർ നശിപ്പിക്കാനായിട്ട് നിങ്ങളെല്ലാം വണ്ടി കോടതിക്ക് ഇട്ടത്. BMW കോടതിയില് എടാ M4 കോടതിയില് M4 അതിട്ടിട്ട് വണ്ടി വീഴാ. നിങ്ങക്ക് M4 ഇങ്ങനത്തെ ഒരു കാര്യമായിട്ട് വന്നേ.
ഓ ഇതൊക്കെ നശിപ്പിച്ചടാ. സങ്കടം. ഞാൻ തന്നെ വെറുതെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ വേണ്ടിട്ട് കൊടുക്കുന്നത്? ഇതോടെ ആരെങ്കിലും ഇങ്ങോട്ട് ഓടിക്കണെങ്കിൽ കുഴപ്പമില്ല. ഇവരെന്തല്ല ഇങ്ങനൊക്കെ പണിതിരുന്നു. ഇത് പോലീസ് കുഴപ്പമില്ലാട്ടോ. ഇന്ത്യ പോലീസും കുഴപ്പമില്ലാട്ടോ. ഇത് ഏത് സ്ഥലമാണ്? ഈ സ്ഥലത്തുള്ള പോലീസുകാരും ഈ നാട്ടിലുള്ള എല്ലാരും ഒരു ഇതില്ലാത്ത ആൾക്കാർ. സ്റ്റാർബക്സിൽ പോവാം. സ്റ്റാർബക്സ് ഇറങ്ങുന്നുണ്ടെന്ന് നമ്മളിപ്പോ ചോദിക്കണം. ഇവിടെ അല്ലല്ലോ. ഇവിടെ തന്നെ. നമുക്ക് ഇങ്ങനെ പോലെ ഈ പൈസ കുറച്ച് 54,000 റുപ്യ. പൈസ അല്ല കുറച്ച്. അതൊരു വിഷയമല്ല പോലെ. പൈസ ഒന്നും ഒരു വിഷയമല്ല. ഇല്ല. ഞാനൊരു കാര്യം പറ്റേ. നമ്മക്ക് ഇവിടെ ഒരു പാർട്ടി ഉണ്ടോ? ടൈം ആയിക്കണേ. ബോസിന് അങ്ങോട്ട് ആക്കി കൊടുക്കണേ. ഞങ്ങള് ബോസ് ഉണ്ടോ? വണ്ടി കെട്ടണോ? നാടാകെ കൊടുക്കാൻ സാബക്തി വരാ. തിരിച്ചു വരാം. ആളിപ്പോ അവിടെ നിൽക്കണ്ടാവൂലേ? പാങ്ങ് കേറിയിട്ടുണ്ട്. ബോസ് വരണം. വണ്ടി ഒന്ന് പൊട്ടിച്ചണ്ട് കൊടുത്തു. നന്നാക്കി. നമ്മളിനി ബോസിന്റെ പാർട്ടി അല്ലല്ല പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. നമ്മളാണ് എന്താ കുൽഫി. നമ്മളാണ്ട് കുൽഫിയായി. ഈ വണ്ടി സർവീസ് ആയിട്ട് എന്തെല്ലോടാ ഗിയറൊക്കെ എങ്ങനെയല്ലോ മാറുന്നു. സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുക. ബോസ് ഒന്ന് വേറെ ഇറങ്ങി പോയിക്കാണി. ബോസ് വെക്കും. ബോസിന്റെ വണ്ടിയാണ് കൈസ് ഇതൊക്കെ. എന്താ കുൽഫി. വണ്ടി സർവീസ് ചെയ്ത് വന്നിട്ട് കഫേ സ്റ്റാർബക്സിൽ കയറാം ഗൈസ്. ആണെന്താ കുൽഫി. ഞാൻ കാണിച്ചിട്ട് കാര്യം ഓവർലെൻസാണ് വീഡിയോ. വീഡിയോ നിർത്താന്നല്ലോ. ഞാൻ അതേക്കണെങ്കിൽ ബോസിനെ കൂട്ടിയിട്ട് വേണം ഇതാക്കാന്. അപ്പൊ ഞാൻ വീഡിയോ വണ്ടി സർവീസ് ചെയ്തതിന് ശേഷം നിർത്താൻ പോണ്. നിർത്തല് നടക്കൂലെന്ന്. അപ്പൊ നിർത്താൻ പോവുക. അതിനായിട്ടിയോ ഇനി നിർത്താൻ പോരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ ബോസിനെ വിളിക്കാണ്ട്. അപ്പൊ എല്ലാവരും ബാക്കി നാളെ